ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച ഖത്തറിൽ ആരംഭിക്കാൻ പോവുകയാണ്. വെടിനിർത്തൽ ചർച്ച ഖത്തറിൽ ആരംഭിക്കാൻ പോവുകയെ വെടിനിർത്തൽ ചർച്ച നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസ്. അതിന് കാരണം ഹമാസിലെ അല്ലെങ്കിൽ പലസ്തീനിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും കടന്നുകയറി. 30,000-ത്തോളം പേർ അഭയം തേടിയിരിക്കുന്ന ആശുപത്രിക്കുള്ളിൽ കടന്ന സൈന്യം വെടിവെയ്പ്പ് നടത്തുകയും 20 പലസ്തീൻകാരെ കൊല്ലുകയും ചെയ്തു. ഒട്ടേറെ പേരെ അറസ്റ്റിലാക്കി. ഹമാസ് വീണ്ടും ആശുപത്രി താവളമാക്കി എന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ഈ തെണ്ടിത്തരം കാണിച്ചത്. കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി പിടിച്ചെടുത്തെങ്കിലും അവിടെ ഹമാസ് കമാൻഡ് സെൻറ്ററുകൾ ഉണ്ടായിരുന്നതായി തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒക്ടോബറിന് ശേഷം 4ാം തവണയാണ് പലസ്തീൻ്റെ അഭിമാനമായ, ലോകത്തിൻ്റെ അഭിമാനമായ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത്. വടക്കൻ ഗാസയിൽ ഈ മാസത്തിനും മെയ്ക്കുമിടയിൽ എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് ഇത് നൽകിയിട്ടുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം ഭക്ഷണമില്ലാതെ നരകിക്കുകയാണ്. ജനസംഖ്യയുടെ പകുതിയോളം ശുദ്ധ ജലം ലഭിക്കാതെ നരകിക്കുകയാണ്. ജനസംഖ്യയ്ക്ക് അവിടുത്തെ ജനതയ്ക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവിടുത്തെ 3 ലക്ഷത്തിലേറെ ജനങ്ങളിൽ 2 ലക്ഷത്തിലേറെ പേരും പട്ടിണി മരണത്തിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഐക്യരാഷ്ട്ര സംഘടന ഭക്ഷണം വിതറുന്നത്, അവിടെ ഭക്ഷണം കൊടുക്കുന്നത് തടയുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും മൊസാദ് തലവൻ്റെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ച നടക്കവേ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി സമാധാന ചർച്ച സ്വാഹയായി മാറി. ഇനി ഒരു സമാധാന ചർച്ചയ്ക്ക് ഇല്ല എന്ന് ഹമാസ് പറഞ്ഞതാണ്. ഖത്തറും ഈജിപ്തും എല്ലാം ചേർന്ന് അവരെ നിർബന്ധിച്ച് ഒരു സമാധാന ചർച്ച കൂടി നടത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനിടയിലാണ് വടക്കൻ ഗസയിലെ ഭക്ഷണങ്ങളും മരുന്നും വെള്ളവും ഒക്കെ ഇസ്രായേൽ തടഞ്ഞത് അവരുടെ അതിർത്തിയിൽ വെച്ച്. വടക്കൻ ഗസയിൽ ഇപ്പോൾ ഹമാസ് സൈന്യം ഭക്ഷണം കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷത്തിലേറെ പേരുണ്ട് അവിടെ. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. മാത്രമല്ല, ഇതോടുകൂടി അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ആക്രമണം നടത്തിയതോടുകൂടി ഇനി ഒരു സമവായത്തിനും ഒരു സമാധാന ചർച്ചയ്ക്കും തങ്ങളില്ല എന്ന് ഹമാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ യുദ്ധം തുടരും. യുദ്ധം തുടർന്നാൽ കൂടുതൽ വിപത്തുണ്ടാക്കും. യുദ്ധം പൊളിറ്റിക്സ് കേരള ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് അതിനതിരില്ല. അത് വിളിച്ച് പറയാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിവുണ്ട്, നട്ടലുണ്ട്, നാവുണ്ട്.